അപ്പോൾ 2024 എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എറണാകുളത്തേക്ക് താമസം മാറി, പുതിയൊരു അഡ്രസ്, പുതിയൊരു മേൽവിലാസം, പുതിയൊരു വീട്. സോ അദ്ദേഹത്തിനൊപ്പം ട്രാവൽ ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന്റെ എൻ്റെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ US വിസ കിട്ടി 2024. 50 രാജ്യങ്ങൾ തീർക്കണം എന്നുള്ളത് നടന്നില്ല. KL to UK യാത്ര എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ്. എൻ്റെ iPad നഷ്ടപ്പെട്ടു, എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. നമ്മുടെ ഋഷികുട്ടൻ സ്കൂളിൽ പോയി തുടങ്ങി. തുർക്കിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള അങ്കാരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. -2 ആണ് രാവിലത്തെ തണുപ്പ്. -2 രാവിലെ എണീറ്റ് ഇറങ്ങിയപ്പോൾ 9:30 ആയി. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, പിന്നെ അങ്കാരയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണം, അതാണ് പരിപാടി. എന്നാൽ ഇത്രയും തണുപ്പ് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എൻ്റെ കോൾഡൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നതാണ്, പക്ഷേ അത് വീണ്ടും മിക്കവാറും കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. രാവിലെ ഇപ്പോൾ എന്തോ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അറിയത്തില്ല. ഇവിടെ യുപ്പോഗ്ലു കഫേ, പാസ്ട്രി, റെസ്റ്റോറൻറ്റ്, കഫേസൊക്കെ ആണല്ലോ രാവിലെ. എന്താണെന്നറിയില്ല. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുമ്പിലത്തെ ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ മൊത്തത്തിലൊന്ന് പഠിക്കണം. അപ്പോൾ തുർക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഈ വിൻ്ററിൽ ഞാൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലല്ലേ, ഭയങ്കര വലിയ ഹോസ്പിറ്റലാണല്ലോ. എന്ത് ഹോസ്പിറ്റലാണ്? ലിവ് ഹോസ്പിറ്റൽ, അങ്ങനെ എന്താ പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ടല്ലേ. ഞാൻ രാവിലെ ഒരു ഫേസ് ക്രീം വാങ്ങിച്ച്, എന്തോ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. 200 ടർക്കിഷ് ലിറയാണ് ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ. 550 രൂപയാണ്. ഇതിന് ഭയങ്കര വിലയാണ് ഇതിനൊക്കെ. ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഏതോ കൂടിയ സാധനമൊക്കെ എടുത്ത് തന്നേക്കുന്നത് 1000, 2000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞത് വേണ്ട, സാധാരണ മതി, വാസ്ലിൻ വല്ലതും വാങ്ങിച്ചാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിലുള്ള ക്രീം തേച്ചിട്ട് എൻ്റെ മുഖമൊക്കെ ഫുള്ള് ഡ്രൈ ആയിട്ട് ആകെ ഫുള്ള് സീനാണ്. എത്ര മോയ്സ്ചറൈസർ തേച്ചിട്ടും കാര്യമില്ല, കാരണം അതുമാതിരി ഡ്രൈ വെതറാണ്. രാവിലെ കബാബ് കഴിക്കേണ്ടി വരുമോ? മുത്തലു കബാബ് എന്ന് പറഞ്ഞൊരു കട മാത്രമാണ് രാവിലെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇവിടെയാണ് ഷവർമ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. രാവിലെ കടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കബാബൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ. ചിക്കൻ കബാബ് തരാൻ പറഞ്ഞു. രാവിലെ ചിക്കൻ കബാബാണ്. പിന്നെ ഇവർക്ക് രാവിലെ എന്തോ സലാഡോ റൈസോ അങ്ങനെ എന്തോ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ഹാവ് റൈസ്, സോ ഐ തോട്ട് ഓഫ് ഹാവിങ് എ കബാബ്. സ്പൈസി ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും മുത്തലു കബാബ് കേട്ടോ, മുത്തലു കബാബ്. അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നത് ഈ സാധനമാണ്, ചിക്കൻ കബാബ്. ഇവിടെ ഉണ്ട് ചിക്കൻ കബാബ്. ഞാൻ ഡോണറാണെന്ന് വിചാരിച്ചത്, പക്ഷേ കബാബ്. ഉമ്മ എന്ന് വേണം അവിടെ. ചിക്കൻ കബാബ്, ചോറ്, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ ഒരു റൊട്ടിയുണ്ട്, റൊട്ടി. പിന്നെ ഇവിടെ കിടന്ന മുളകൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എരിവ് കൂട്ടാനായിട്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല അടി. ചിക്കൻ കബാബ്, ചിക്കൻ നമ്മുടെ ടിക്ക, എന്താ സാധനം ടിക്ക, എന്താ അതന്നെ കബാബ്. -2 ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അന്താര കാസിൽ കാണാൻ വേണ്ടിയാണ്. അന്താര കാസിൽ എന്ന് പറയുന്നത് അന്താര നഗരം എന്ന് പറയുന്നത് ഒരു ബിഗ് സിറ്റിയാണ്. ആ സിറ്റിയുടെ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് അന്താര കാസിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നൊരു ഫീൽ കിട്ടുന്നില്ലേ? യെസ്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളെ കാത്തുള്ള റെസ്റ്റോറൻറ്റുകളും അതേപോലെ തന്നെ സുവനീർ ഷോപ്പുകളും മറ്റുമൊക്കെ ആയിട്ട് ഉള്ള മനോഹരമായിട്ടുള്ള ഇതുപോലുള്ള കരിങ്കല്ലുകൾ വിരിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് നടുവിലൂടെയുള്ള ഈ വഴിയിലൂടെ നമുക്ക് മുകളിലേക്ക് കയറി പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വരെ വണ്ടി വരുള്ളൂ. ഞാനൊരു ടാക്സി എടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ 7th സെഞ്ച്വറിയിലാണ് ഇവിടെ നമുക്ക് മുകളിലുള്ള ഈ ഒരു കാസിൽ നിർമ്മിക്കപ്പെട്ടത്. ഫിർജിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് റോമാക്കാരും ബൈസാന്റൈൻ്റെ ആൾക്കാരും പിന്നെ ഒട്ടോമാൻ എംപയേഴ്സും അങ്ങനെ മാറി മാറി വന്ന പല ആളുകളും ഇവിടെയുള്ള കാസിൽ പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കാസിലേക്ക് ഇതുപോലെയുള്ള പടവുകളിലൂടെ നടന്നു കയറി പോകണം. രാവിലെ തണുപ്പായതുകൊണ്ട് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റുകളും വളരെ കുറവാണ്. ഇവിടെയൊക്കെ സമ്മറിലാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വിൻ്ററിൽ വരുന്നൊരു ഡെസ്റ്റിനേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ലെറ്റ്സ് വാക്ക്. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് എന്താ ഇതുപോലത്തെ മമ്മട്ടിയും കോടാലിയൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്ന കട? അതെന്തായിരിക്കും അത്? നോക്കിയേ, രാവിലെ 11:30 മണിയായി. 11:30 മണിക്ക് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, മെയിൻ സ്ഥലമാണ് കാസിൽ എന്ന് പറയുന്നത്. ആ കാസിലിന് അങ്ങോട്ടേക്കുള്ള വഴിയാണ്. ഒരൊറ്റ മനുഷ്യനില്ല. പട്ടി എന്തുവാടി ഇത്? സിംഹത്തെ പോലെ ഉണ്ട്. നോക്കി ഓടി പോലടാ. ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ച് വന്നപ്പോഴത്തേക്കും അവർ വരെ ജാട. എന്നെ ജാടയാന്ന് നോക്കി. ഇതാണോ കാസിൽ? ഇതല്ലല്ലോ. ഇവിടെ മേളിൽ. ഇവിടെയാണ് കാസിൽ.
ആളും പേരും ഇല്ലാത്ത ക്യാസിൽ, ഒരനക്കവും ഇല്ലാത്ത ക്യാസിൽ. അയ്യോ, വിജനം എന്ന് പറഞ്ഞാൽ അതിവിജനം. ദൈവമേ, മടുപ്പാണല്ലോ. പക്ഷെ എൻ്റെ പൊന്നെ, ഈ ക്യാസിലിൻ്റെ മേളിൽ നോക്കുമ്പോൾ ആ അങ്കാര നഗരത്തിൻ്റെ ഒരു കിട്ടില്ല വ്യൂ ആണ്. എൻ്റെ ദൈവമേ, ഇതിൻ്റെ ആകാശ ദൃശ്യം കണ്ടാലേ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഒരു ബ്രൗൺ കളറിലെ എന്താ പറയുക, റൂഫുള്ള ബിൽഡിങ്ങുകളാണ് ഭൂരിഭാഗവും. പിന്നെ ചെറുതും വലുതുമായ കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് അത് ഒരു ഒന്നൊന്നര ലെവലാണ്. ഈ ഇസ്താൻബുളും അതേപോലെ തന്നെ അങ്കാരയൊക്കെ നമുക്ക് ഈ അതിൻ്റെ ഏരിയൽ ദൃശ്യങ്ങൾ കാണാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. കാസിലിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളും മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഈ കാണുന്ന വഴി കൂടെ നമുക്ക് ഈ ഒരു കോട്ട മതിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആ കാസിലിൻ്റെ ആ ഒരു കോട്ട മതിലിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ താഴേക്ക് ഈ പറഞ്ഞ പോലെ കച്ചവടങ്ങളും ടൂറിസ്റ്റ് സംഭവങ്ങളും, മുകളിലൊക്കെ കുറച്ച് ഗസ്റ്റ് ഹൗസുകളും പിന്നെ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളും ഒക്കെയാണ്. വാഹനങ്ങളൊന്നും കടന്നു വരുന്ന സ്ഥലമല്ല. പിന്നെ മൊത്തം സുവനീർ ഷോപ്പുകളാണ്. സുവനീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയുള്ള സുവനീറുകളാണെന്നറിയോ ഓരോന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്ന് തന്നെ എന്ത് രസമല്ലേ, എന്ത് ഭംഗിയല്ലേ. എന്നാലും തുർക്കിയെ പോലൊരു സ്ഥലത്ത് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയമായിട്ട് എന്തുകൊണ്ട് ഇവിടെ നിന്നും ആരും ഇല്ലാത്തതെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നത്. ഷോ ദൈവമേ, ഇനി ഇസ്താൻബുളിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അത് തിരക്കുണ്ടാവുമായിരിക്കും. ഇതൊക്കെ കണ്ടില്ല, ഇതിനൊക്കെ ഹോട്ടൽസ് ഉണ്ട് കണ്ടോ. എയർബിഎൻബികൾ, ഹോട്ടലുകൾ, അങ്ങനെയുള്ള ബൊട്ടീക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഇതിനകത്ത്. പഴയ കെട്ടിടങ്ങളല്ലേ. എനിക്ക് ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ്. അങ്ങനെ നമ്മൾ ആ ഒരു കാസിലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കാസിലിൻ്റെ മെയിൻ കെട്ടിടം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ ഇതിൻ്റെ പുറം വാളുകളും മറ്റു പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കരിങ്കല്ല് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു കാസിലിൻ്റെ ആ ഒരു സംഭവം നോക്കി. മാൻ കൊള്ളാമേ. ഇത് ശരിക്കും ആ ഒരു പഴം അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. ദൈവം, ഇതിനകത്തും കഫേയോ? അയ്യോ, ഇനി ഇതിനകത്തും വീടുകളുണ്ടോ? ഇതിനകത്ത് ഈ കാണുന്നതും വീടാണ്. നമ്മൾ എത്തിയില്ലേ ഗ്യാസ്? ഇത് എന്ത് ഇത്? വാട്ട് ഈസ് ഗോയിങ്? ബെസ്റ്റ്. ഇതെന്ത് ഇത്? ഇതല്ലേ കാസിൽ? ഇത് തന്നെ കാസിൽ. ഇതാണ് സംഭവം. ഇവിടെ കുറേ ജപ്പാൻകാരും കുറേക്കാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഓഫ് സീസൺ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര കഷ്ടം കേട്ടോ. ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർക്കും ബാക്കിയുള്ള ആളുകൾക്കും എല്ലാം മടുപ്പല്ലേ. ഈ കാണുന്ന സ്റ്റെപ്പ് കയറി ഞാൻ ആ കാസിലിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ മാറി മാറി വരുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ ഓരോന്നിങ്ങനെ കൈ അടക്കി പിടിച്ചെടുത്ത് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതല്ലേ ബേസിക്കലി സംഭവിക്കുന്നത്. ഒട്ടോമാനും ബൈസാന്തേനും അങ്ങനെ പല പല ആൾക്കാർ ഇവിടെ ഉള്ള ഈ ഭാഗത്തുള്ള എന്തൊക്കെ കാര്യങ്ങളല്ലേ മാറ്റിമറിച്ച് തകിടം മറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് കാണാൻ പറ്റില്ലേ? അതുകൊണ്ട് ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഈ കാസിലിനകത്ത് ഹൗസസ്. വാ, ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു വ്യൂ ഒക്കെ കാണാം. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. രാത്രിയിൽ ഇത് കാണാനും പ്രത്യേക ഭംഗിയായിരിക്കും. വൈ ദിസ് ഈസ് ക്ലോസ്ഡ്, യു കനോട്ട് ഗോ ഇൻസൈഡ്. ഈ ഒരു കാസിലിൻ്റെ അകത്തെ പള്ളികളും വീടുകളും മറ്റ് സംഭവങ്ങളും പിന്നെ ഇതൊക്കെ എല്ലാം പുതിയതായിട്ട് മോഡിഫൈ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. എല്ലാം ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ ചൈനയിലൊക്കെ കണ്ട പോലെ തന്നെ പലതും കുട്ടപ്പനാക്കി റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ മൊത്തം ജപ്പാൻകാരാണല്ലോ. ഇത് ജപ്പാനിലോ ആ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ വേറെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കടകളൊക്കെ ഭയങ്കര രസമാണ്. ഇത് ഭംഗിയല്ല കടകളൊക്കെ കാണാൻ. ഭയങ്കര രസമുള്ള കടകളൊക്കെ ഉള്ളു. നല്ല സുവനീർ ഷോപ്പുകൾ, നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഭയങ്കര ഫോട്ടോ ഫ്രെയിമാണല്ല. ദൈവമേ, ഇതൊക്കെ ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടിയാണോ? ഇതെന്തുണ്ട് ഇത്? ഫോൾഡിൻ്റെ ഈ വണ്ടികളൊക്കെ ഇവിടെ ടാക്സിയാണോ? ഞാനിപ്പോൾ ഇവിടെ തുർക്കിക്കാർക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അനിത് കബീർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അനിത് കബീർ എന്താണെന്നല്ലേ അകത്ത് പോയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഫുള്ള് മുടി പുറച്ച് നിൽക്കുകയാണ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഫസ്റ്റ്. ഈ അനിത് കബീർ എന്ന് പറയുന്ന ഈ സ്ഥലം ഇതൊരു മൊസോളിയമാണ്. ഇതാരുടെ മൊസോളിയമാണെന്നല്ലേ? യെസ്, ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് തുർക്കിക്കാരുടെ
ഏറ്റവും വലിയ എന്താ പറയുക, ഇവർ നമ്മൾ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിലേക്കാട്ടി വലിയ ഇവരുടെ ആളായിട്ട് ഇവർ കാണുന്ന ഒരു വ്യക്തിയുടെ മുസോളിയമാണ്. ഇവിടെ എൻ്റെ ബാഗ് അവരവിടെ വാങ്ങിച്ച് വെച്ചൊരു ടോക്കണൊക്കെ തന്നു. അപ്പോൾ അകത്ത് ബാഗ് അലൗഡ് അല്ലാന്ന് പറഞ്ഞു. സോ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. നടന്നാണ് പോകുന്നത്. ഒരു വളരെ വൃത്തിയുള്ള ഒരു ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. സ്ഥലം കൊള്ളാട്ടോ. ഇവിടെ തുർക്കിയുടെ ഫ്ലാഗും, ഇവിടെ വലിയ തുർക്കിയുടെ ഫ്ലാഗ്, പിന്നെ ഇതിനകത്താണ് മുസോളിയം ഉള്ളത്. അപ്പോൾ ഇത് എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ പറയാം. മുസ്തഫ കെമാൽ അതാതുർക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. മുസ്തഫ കെമാൽ അതാതുർക്ക്. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ തുർക്കിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റാണ്. 1923 മുതൽ 1938 വരെയാണ് അദ്ദേഹം എന്താ പറയുക പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത്. 1923 മുതൽ 1938 വരെ അദ്ദേഹം ഇവിടുത്തെ തുർക്കിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിരുന്നു. രാജ്യമുണ്ടാക്കിയ വ്യക്തി എന്ന് നമുക്ക് പറയാം. 1920 മുതൽ 21 വരെ അദ്ദേഹം എന്താ പറയുക ഇവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതിന് മുമ്പ് സ്പീക്കറായിരുന്നു. അങ്ങനെ ഒരു റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു വലിയൊരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു അദ്ദേഹം. അപ്പോൾ 1938 നവംബർ 10 ഇദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റിമൈൻസ് ഇവരുടെ എത്നോഗ്രാഫി മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട് അങ്കാരയിൽ. എന്താ പറയുക അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ അങ്കാരയിൽ തന്നെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് ഇവരിവിടെ ഇതുപോലൊരു മുസോളിയം നിർമ്മിച്ചിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൗതിക ശരീരം അവിടെ അടക്കുകയായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ ആ ഒരു എന്താ പറയുക വലിയ തലമൂത്ത നേതാവ്, അല്ലെങ്കിൽ ഇവരുടെ തുർക്കിക്കാരുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് തുർക്കി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, മുസ്തഫ കെമാൽ അതാതുർക്ക് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുസോളിയത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ആദ്യം പ്രതിമയാണെന്ന് കരുതി, പക്ഷേ പ്രതിമയല്ല, പ്രതിമ പോലെ നിൽക്കുന്ന മനുഷ്യരാണ്. അകത്ത് അവർക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയാണ് അതേപോലെ ചില്ലും കൂട്ടിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതായത് ചില്ലും കൂട്ടി നിർത്തുമ്പോഴത്തേക്കിനും തണുക്കത്തില്ലല്ലോ, അതിന് വേണ്ടിയാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. കണ്ടോ, അവരിങ്ങനെ മാറി മാറി ഇങ്ങനെ നിൽക്കും. അതാണ് അവരുടെ പരിപാടി. അപ്പോൾ നമുക്ക് ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ മുസോളിയം ഏരിയ. അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാഡിലാക്കിൻ്റെ കാറാണ് ഈ കാണുന്നത്. 1935 നിർമ്മിച്ച 7 പേർക്ക് ഇരിക്കാവുന്ന ഒരു കാഡിലാക്കിൻ്റെ കാറ്. കൊള്ളാമല്ലേ, ഇത് ലുക്കല്ലേ. നമ്മുടെ പ്രസിഡൻറ്റേ അമേരിക്കൻ വണ്ടികളുടെ പ്രിയനായിരുന്നെന്ന് തോന്നുന്നു. ഇത് ലിങ്കൻ്റെ കാറാണ്. 1934 മോഡൽ ലിങ്കൺ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അമേരിക്കൻ ഫോർഡിൻ്റെ ഒരു അപ്പൂപ്പനായിട്ട് വരും. അവരുടെ വണ്ടിയാണിത്. അതും ലുക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ദൂരെ നമുക്ക് അങ്കാര നഗരം കാണാം. അങ്കാര നഗരത്തിൻ്റെ ആ ഒരു ഭംഗി നോക്കി. പിന്നെ ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അതായത് ഇത് നമ്മുടെ ചെങ്കല്ലില്ലേ, ചെങ്കല്ല് പോലത്തെ തന്നെയുള്ള ഇതുപോലത്തെ ഇവിടുത്തെ ഒരു കല്ലാണ് ഇത്. ഈ ഭാഗത്ത് തുർക്കിയിലൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കല്ലാണിത്. ആ കല്ല് നമ്മുടെ ചെങ്കല്ല്, ഡിറ്റോ ചെങ്കല്ലിൻ്റെ സെയിം സാധനം കണ്ടോ, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊള്ളാമല്ലേ, അടിപൊളിയാണ്. നല്ലൊരു കിട്ടില്ല സ്ഥലം. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കാം. നല്ല ഭംഗി, ഭയങ്കര ഫ്രെയിമാണ്, ഭയങ്കര മനോഹരമായിട്ടാണ് ഈ ഒരു മുസോളിയവും സമീപ പ്രദേശങ്ങളും അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ ഗാർഡ് ഓഫ് ഓണറൊക്കെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കൂട്ടിൽ നിന്ന ആൾക്കാരില്ലേ, അവർ ഡ്യൂട്ടി മാറുന്നതോ മറ്റോ ആയിട്ടുള്ള എന്തോ പരിപാടി നടക്കാറുണ്ട് അവിടെ. കണ്ടോ, എനിക്കൊന്ന് പാവങ്ങൾ ഡ്യൂട്ടി മാറുവാൻ തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പട്ടാളക്കാരൻ മുഖമൊക്കെ തണുച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടമുണ്ട്.
അവരാണ് ഇനി അപ്പുറത്തുള്ള 2 കൂട്ടിപ്പനിക്കാൻ പോകുന്ന ആൾക്കാർ. ഡിസിപ്ലിൻഡായിട്ട് എത്ര അച്ചടക്കത്തോടുകൂടിയല്ലേ പോകുന്നവർ. അപ്പോൾ പട്ടാളക്കാർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരുടെ ഒരു ചെറിയൊരു ഷോയൊക്കെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഷോ എന്ന് പറയാൻ പറ്റും അതിൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യാതെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു മുസോളിയത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കാണുന്നതാണ് മുസോളിയം. ബേസിക്കലി അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ തുർക്കിക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു ദേശസ്നേഹവും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു വലിയൊരു സ്ഥലമാണിത്. ഇതാണ് ഇവരുടെ മുസോളിയം. ഒരു രക്ഷയില്ല കേട്ടോ. ദിസ് ഈസ് സോ ബിഗ്. അതിൻ്റെ ഡിസൈൻ ശരിക്കും ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അവിടെ കാണുന്ന കല്ലറ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അതിനകത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇത് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. മുമ്പിലൊരു റീത്ത് പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. ബാക്കിൽ നല്ല സ്പേഷ്യസ് ആണൊരു ഒരു 5-6 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഇതിന് കണ്ടോ നോക്കിയേ. സോ ബിഗ്. ഒരു പ്രത്യേക ഡിസൈനിൽ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മുസോളിയം. ഒരു സത്യം പറഞ്ഞാൽ ഇതൊരു പ്രത്യേക കാഴ്ച കേട്ടോ. ഞാനിതൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ തുർക്കിയിൽ ഇങ്ങനെയുള്ള സ്ഥലം കാഴ്ചയൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുമില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ആ ഒരു അങ്കാരയുടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും കേട്ടോ. അത് വല്ലാത്തൊരു വ്യൂ ആണ്. അത് വല്ലാത്തൊരു വ്യൂ തന്നെയാണ്. എന്തായാലും ദിസ് പ്ലേസ് ഈസ് നൈസ് അല്ലേ. ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റേ സ്ഥലത്ത് പോയിട്ട് പാലസിൽ പോയിട്ട് ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ ഇല്ലായിരുന്നു, അവിടെ ആരും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തൊരു ആൾക്കാരാണ്. നൗ ലെറ്റ്സ് ഗോ ഔട്ട്. നമ്മളെ ഇതുപോലെ ഈ പട്ടാളക്കാർ നിൽക്കുന്നത് കാഴ്ച നമ്മൾ പല രാജ്യത്ത് പോകുമ്പോഴും നമുക്ക് കാണുന്ന ഒരു കാഴ്ചയല്ലേ. നമ്മൾ ഇന്ത്യയിലും കണ്ടിട്ടില്ല. ഇന്ത്യയിലും പല സ്ഥലത്തുണ്ട് നമ്മൾ ഇതേപോലെ പട്ടാളക്കാർ ഇങ്ങനെ നിൽക്കും. ചില സമയത്ത് UK-ലുണ്ട്, ലണ്ടനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, മിക്കയിടത്തും ഉണ്ടാവും. ചൈനയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പുറത്താണെങ്കിൽ -2 തണുപ്പ്. ഈ -2 തണുപ്പത്ത് ഈ പിള്ളേർ നിക്കറ് വിട്ടിട്ട് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നത്. എൻ്റെ പൊന്നോ, നോക്ക്. ഇവർക്ക് തണുക്കുന്നൊന്നും ഇല്ലത്. ഞാൻ ആലോചിക്കുന്നത്, ഞാനിവിടെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് എനിക്കിവിടെ തണുത്തിട്ട് വയ്യ. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ കടേ. അങ്ങനെ പുറത്തെ തണുപ്പ് സഹിക്കുക വയ്യാഞ്ഞിട്ട് ഞാൻ ഒരു വണ്ടി കയറി. ഞാനിവിടെ അടുത്തൊരു ഷോപ്പിംഗ് ഉണ്ട്, അവിടെ പോകാൻ വിചാരിച്ചു. അപ്പോൾ യെല്ലോ ടാക്സിയാണ് ഇവിടുത്തെ. യെല്ലോ ടാക്സിയിൽ റിയർ വ്യൂ മിററിലാണ് ഇവരുടെ മീറ്ററൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞാൻ ഉബർ വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇവരുടെ മീറ്റർ കണ്ടോ. ടാക്സിയൊക്കെ ഭയങ്കര കൊല്ലുന്ന റേറ്റ് ആട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാം എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. എവിടെ നിന്ന് നോക്കിയാലും ആ ഒരു ഇസ്താൻബുൾ നഗരം പോലെ തന്നെ അങ്കാര നഗരം ഉള്ളത് ഇല്ലേ. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ ഇല്ലേ. അപ്പോൾ ഞാനിവിടെ അങ്ക മോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിംഗ് മോളിലേക്ക് വന്നതാണ്. ഭയങ്കര തിരക്കാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ആൾക്കാർ വിൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഷോപ്പിംഗ് മോളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്ത് തണുപ്പല്ലേ, ഇതാകുമ്പോഴത്തേക്കും അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ തണുപ്പില്ലാതെ കാര്യം നടക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെയുണ്ട്. പുറത്ത് കളികളും മറ്റു പരിപാടികളും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇത് കണ്ടിട്ടൊരു പഴയ ഷോപ്പിംഗ് മോളാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഇല്ലാത്ത ബ്രാൻഡുകളൊന്നുമില്ല. കാരണം തുർക്കി എന്ന് പറയുന്നത് ഷോപ്പിങ്ങിന് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രിയാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. തുർക്കി, പ്രത്യേകിച്ച് ഇസ്താൻബുൾ. ഷോപ്പിംഗ് മോളിൻ്റെ അകത്തും ഫുള്ള് ക്രിസ്മസ് വൈബ്സ് ആണ്. തുർക്കിയിലെ ക്രിസ്മസ് കഴിഞ്ഞു കേട്ടോ. തുർക്കിയിൽ ഡിസംബർ 25-ന് തന്നെയായിരുന്നു ക്രിസ്മസ്. അപ്പോൾ നമുക്ക് ജോർജിയ അർമേനിയയും ജനുവരി 7-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വർഷം ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ല. നമ്മൾ ക്രിസ്മസ് എവിടെയും കണ്ടില്ല. പിന്നെ നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് ന്യൂ ഇയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണത്തെ ന്യൂ ഇയർ നമുക്ക് ഇസ്താൻബുളിൽ കാണാം. യെസ്, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പഴയ ഷോപ്പിംഗ് മോളാണ്. പക്ഷേ പഴയതാണെങ്കിലും അതിൻ്റെ എന്താ പറയുക, ചാമൊന്നും പോയിട്ടൊന്നുമില്ല. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇതൊരു 9 ഷോപ്പിംഗ് മോളാട്ടോ. ഞാനിതിനകത്തൂടെ കയറി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ. ഒരറ്റം അല്ലെങ്കിൽ അറ്റം വരെ. എന്തോന്നടേ ഇത് സോ ബിഗ്. ഏകദേശം 1 കിലോമീറ്റർ നീളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരറ്റം അല്ലെങ്കിൽ അറ്റം വരെ. എമ്മയുടെ ഷോറൂം ഉണ്ട്. അവിടെ കുറേ വെറൈറ്റി പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് ബ്രാൻഡുകളാണ്? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. രസം കണ്ടോ? ഈ ഷോപ്പിംഗ് മോളിലെ ഡെക്കാത്തലോൺ കണ്ടില്ലേ? ഒരു നിലയിൽ ഒരു ചെറിയൊരു കടമുറി പോലെ തോന്നില്ലേ? പക്ഷെ അല്ല, അതിന്റെ പുറമോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് സാറൊക്കെ ഉണ്ടല്ലോ. ഈ ഓരോ സ്ഥലത്തുണ്ടല്ലോ, നമ്മൾ ഈ ഓരോ കടകളിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ കളക്ഷൻസ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓരോ രാജ്യത്തെ കളക്ഷൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡെക്കാത്തലോൺ ഞാൻ പറഞ്ഞില്ല അകത്തോട്ടുണ്ടെന്നുള്ളത്. ഇത് കണ്ടില്ലേ, അകത്തോട്ട് കയറി ഇതിന്റെ ബാക്കിലോട്ടാണ് ഡെക്കാത്തലോൺ. ഞാൻ ഈ ഷോപ്പിംഗ് മോളിൽ കുറേ നേരം ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന് കുറേ സമയം കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാം. ഒന്നും വാങ്ങിയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ്. അവിടെ മോളുടെ മുമ്പിൽ അടി, ഭയങ്കര അടി. അവിടെ ഭയങ്കര ബഹളവും അടിയൊക്കെ. ടാക്സിക്കാരും ആൾക്കാരും തമ്മിലാണെന്ന് തോന്നുന്നു.
മിക്കവാറും ഇപ്പോൾ പോലീസ് വരും. വണ്ടി അടിച്ച് പൊട്ടിക്കുവോ? എൻ്റെ അമ്മേ, മുട്ടനടി അടിപൊളി. നല്ല ലൈവ് അടി കാണുവാണല്ലോ നമ്മള്. പെണ്ണൊക്കെ എന്തോ വേറെ നമുക്ക് അടി കിട്ടും. ന്യൂ ഇയർ അടിയാണെന്ന് തോന്നുന്നല്ലേ, പുതുവത്സര അടി. അവരടി കഴിഞ്ഞ് എന്താ പറയാ കെട്ടിപ്പിടിച്ച് പരിപാടികളായി അവര് പോക്കായി. ഈ വണ്ടിക്ക് മറ്റേ വേറൊരു മീറ്ററാണുള്ളത്. ഇതുണ്ട് എന്തൊക്കെ സംഭവങ്ങളാണെന്നേക്ക്. അവിടെ വണ്ടിയുടെ മീറ്റർ, എൻ്റെ പുള്ളിയുടെ ഫോണ്, പിന്നെ ഇത് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീന്, പിന്നെ ഇവിടെ ഡാഷ് ക്യാമറ, പിന്നെ അകത്തുള്ള ക്യാമറ, അങ്ങനെ മൊത്തത്തിൽ ഒരു 100,000 കൂട്ടം സാധനങ്ങളുണ്ട്. കോക്പിറ്റ് പോലെ, വിമാനത്തിൻ്റെ കോക്പിറ്റ് പോലെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു സാധാരണ ഒരു ടാക്സി വണ്ടിയുടെ അകം എന്ന് പറയുന്നത് അല്ലേ. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു കിസിലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റിയിലെ ഒരു എന്താ പറയുക അത്യാവശ്യം തിരക്കുള്ള സ്ഥലം. ഇവിടെ മെട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ അടിയിൽ അണ്ടർഗ്രൗണ്ട് മെട്രോ ഉണ്ട്. മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ലോക്കൽ ലൈഫൊക്കെ ഒന്ന് കാണണം. പിന്നെ എന്താ പറയുക, നമ്മുടെ പുതുവത്സരത്തിൻ്റെ അവസാനത്തെ വീഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. ഈ വർഷം ഈ വീഡിയോ ഇല്ലല്ലോ, ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ അല്ലേ. എന്തായാലും പബ്ലിഷ് ചെയ്യുന്ന ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഈ വർഷം നാളെ വീഡിയോ എടുക്കണമല്ലോ, എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഇസ്താൻബുൾ പോലെ അത്രയ്ക്ക് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ഇസ്താൻബുൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചും കൂടെ ലോക്കൽ ലൈഫ് നമുക്ക് കാണാം. ഇസ്താൻബുളിൽ കംപ്ലീറ്റ് സ്കാമും പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാനവിടെ ഫീൽ ചെയ്തത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല മനുഷ്യരാണ്. ഞാൻ ഇതുവരെ കണ്ട ആൾക്കാരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. അങ്ങനെ പറ്റീരും വെട്ടീരും അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ കണ്ടില്ല. മേ ബി അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ എന്താ പറയുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ കുറവാണ്. ഇസ്താൻബുളിൽ കുറേ ആൾക്കാരുണ്ട് മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം ഇവിടുത്തെ സിറ്റി സെൻറ്ററാണ്, അങ്കാരയിലെ. അപ്പോൾ ഞാനിവിടെ ഐ മെറ്റ് മിസ്റ്റർ ആൻഡി. ഹായ് ആൻഡി. ആൻഡി ഈസ് ഫ്രം ഇന്തോനേഷ്യ. ആൻഡി ഇവിടെ പഠിക്കുകയാണ്. ഇവിടെ സ്റ്റഡി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. ഇവിടെ കുറേ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഈവൻ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ. ഐ തിങ്ക് പീപ്പിൾ ആർ ഫ്രം ഇന്ത്യ ഓൾസോ ഹിയർ, റൈറ്റ്, സ്റ്റഡിങ് ഹിയർ, റൈറ്റ്? There are a lot of people, I guess. ഞങ്ങൾ കൗച്ച് സർഫിംഗ് വഴി പരിചയപ്പെട്ടാണ്. സോ വി ജസ്റ്റ് മെറ്റ് ഫോർ ഹാങ് ഔട്ട് ആൻഡ് വി ആർ ജസ്റ്റ് വാക്കിംഗ് അറൗണ്ട് ഇൻ ദിസ് എന്താ പറയുക മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റ്. അപ്പോൾ ഇത് ബേസിക്കലി ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയ ആണ്. അപ്പോൾ ആളുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വൈകിട്ട് ചില്ലടിക്കാനും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫുഡ് കഴിക്കാനും കോഫി കഴിക്കാനും മറ്റൊക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. Let's walk. I was just imagining how this place will be in summer. Summer will be so good, no? Yes. Like ഇപ്പം എല്ലാവരും ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഫുള്ള് നടക്കുകയല്ലേ. ഈ സമ്മറിലൊക്കെ വേറെ ലെവലായിരിക്കും ഇവിടുത്തെ വൈബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഈ തുർക്കിയിലൊക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ദേ ആർ സംതിങ് ഡിഫറെൻറ്റ്. അവർ ബേസിക്കലി ഇപ്പം നമ്മൾ ഇത്രയും വരുന്ന രാജ്യങ്ങളിൽ ജോർജിയയിലും കസാഖിസ്ഥാനിലൊക്കെ നമ്മൾ പലതരത്തിൽ MBBS-ഉം നേഴ്സിംഗും ഒക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ പഠിക്കാനായിട്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾക്ക്, ഇതൊരു മുസ്ലിം ഇതും കൂടെയാണല്ലോ, കൺട്രിയും കൂടെയാണല്ലോ. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾക്ക് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഇവിടെ ആളുകൾ വരുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും. ഇപ്പോൾ ഇന്തോനേഷ്യ നമുക്കറിയാം മറ്റൊരു മുസ്ലിം കൺട്രിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ എന്താ പറയുക സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട്. ഈവൻ പുള്ളി പറയായിരുന്നു എന്നോട്, നമ്മുടെ ഗുജറാത്തിലെ അലിഗഡ് യൂണിവേഴ്സിറ്റി, റൈറ്റ്? യു അപ്ലൈഡ് ഫോർ അലിഗഡ് യൂണിവേഴ്സിറ്റി. ഗുജറാത്തിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പുള്ളി അപ്ലൈ ചെയ്തിരുന്നു, പക്ഷേ കിട്ടിയില്ല, കോവിഡിൻ്റെ സമയത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ വി വാസ് ടോക്കിംഗ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളും പിന്നെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ മിക്കവാറും നാളെ ന്യൂ ഇയറിന് വേറെ ലെവലായിരിക്കും കേട്ടോ. ഒരു സ്ട്രീറ്റ്, ആ ഒരു സ്ട്രീറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ എല്ലാം നല്ല കിടില ഫുഡാണ്, എല്ലാം മണമാണ്. ടർക്കിഷ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയല്ലേ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ ടർക്കിയിൽ വന്നു കഴിഞ്ഞാൽ. ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്നെ എക്സ്പ്ലോർ ചെയ്യാനാ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബൈ ദ വേ
എന്നോടൊപ്പം ഇസ്താംബുളിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാസിൽ ബ്ലോ വരുന്നുണ്ട്. 2 ദിവസം പുള്ളി നാട്ടിലേക്ക് പോവാണ് ലണ്ടനിൽ നിന്ന്. അപ്പോൾ 2 ദിവസം എൻ്റെ കൂടെ ഇസ്താൻബുളിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഹി വിൽ ഗോ ഹോം. ഞാൻ അവിടെ നിന്ന് ഫർദർ യൂറോപ്പിലേക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം പുള്ളി ആക്ച്വലി ഇന്ന് തന്നെ ഇസ്താംബുളിലെത്തും, ഞാൻ നാളെ എത്തുള്ളൂ. നമ്മളെ ഇവിടെ ഒരു പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്കാരയിലെ ഏറ്റവും വലിയ പള്ളിയാണെന്നാണ് എന്നോട് ആൻറ്റി പറഞ്ഞത്. നമുക്കത് കാണാൻ പോകാം. പള്ളിയുടെ സൈഡിൽ ഏരിയ ഒക്കെ കണ്ടില്ലേ? ഇതിപ്പം വിൻ്റർ ആയതുകൊണ്ട് ഉണങ്ങിപ്പോയി കിടക്കുകയാണ്. ഇത് ബിഗ് പള്ളി എന്ന് വെച്ചാൽ മോസ്ക്. നമ്മൾ അസ്ഥാന പോയ ഒരു പള്ളി കണ്ടില്ലേ? അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കെട്ടിടങ്ങളൊക്കെ താഴെയാണ് കണ്ടില്ലേ? സോ ഇതാണ് പള്ളി, മോസ്ക്. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് ഭയങ്കര വലുതാട്ടോ. ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ചിലപ്പം അകത്തുണ്ടാവും, നമുക്ക് കയറി നോക്കാം. ഇത് സ്ത്രീകൾക്ക് കയറുന്ന വഴിയാണ്. എന്തായാലും പുതുവത്സരമൊക്കെ അല്ലേ, നല്ല ശീലങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് അടുത്ത വർഷം. ചില മോശം ശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ശീലങ്ങളിലേക്കൊക്കെ പോവാണ്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്കൊന്ന് പോകാം. നമുക്ക് ആരാധനാലയം ഏതായാലും നമുക്ക് പ്രശ്നമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ജൂതനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്താണെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ വെറുതെ ഇൻ്റർപ്രറ്റ് ചെയ്ത് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ദൈവം ഇതെന്തായത്? സൈലൻസ് ആണ് ഇതിനകത്ത്. എൻ്റെ ദൈവമേ, ഇത് നമ്മൾ ഇസ്താൻബുളിൽ ആയ സോഫിയ പോയില്ലേ? ആ ആയ സോഫിയ പോയപ്പം കണ്ടതുപോലെ തന്നെയുള്ള ഓൾമോസ്റ്റ് സിമിലറായിട്ടുള്ള ഒരു മോസ്ക്. ദിസ് ഈസ് സോ ബിഗ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. ഇന്ന് ശരിക്കും സത്യം പറഞ്ഞ ഒരു ബോറിംഗ് ഡേ ആയിരുന്നു. ഞാൻ ഇവിടെ അങ്കാരയിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചത് സത്യം പറഞ്ഞാൽ ഒരു റോങ് ഡിസിഷനായിരുന്നു. കാരണം ദർ ഇസ് നത്തിങ് ടു ഡു. ലൈക്ക് യൂഷ്വലി അങ്കാര എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഈ കപ്പഡോക്കിയൊക്കെ പോകുന്ന ആൾക്കാർ ഒരു ട്രാൻസിറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ നമുക്ക് ഇസ്താൻബുളിൽ കിട്ടുന്നൊരു വൈബൊന്നും കിട്ടുമൊന്നുമില്ല. ലൈക്ക് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ വൈബ് ഹിയർ. ലൈക്ക് പിന്നെ എന്താ പറയുക, ഇന്ന് അങ്ങ് ഇസ്താംബുളിലേക്ക് പോയാൽ മതിയായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് എന്താണെന്നറിയില്ല, ലൈക്ക് എനിക്കിവിടെ നിൽക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നത്. പക്ഷേ എനിക്ക് ആ ഒരു വൈബ് ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഡിസംബർ 30 ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ രാത്രി 10 മണി ഇസ്താൻബുൾ ടൈം. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 12:15 ഈ വീഡിയോ ആണ് നിങ്ങൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എന്തായാലും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഹൗ മൈ 2024 വാസ്. എൻ്റെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന പല ആളുകൾക്കും അറിയാം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ 2024 എന്നുള്ളത്. സമ്മിശ്ര ഒരു വർഷമായിരുന്നു. അതായത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ധാരാളം ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. അപ്പോൾ 2024 എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ഞാൻ വാങ്ങിച്ച എൻ്റെ ഫ്ലാറ്റാണ്. അത് വാങ്ങിച്ചത് ഫ്ലാറ്റ് 2024 നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് മൊറോക്കോയിൽ ലോക്ക്ഡൗണിലിരിക്കുന്ന സമയത്താണ് ഞാൻ ആ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ആ ഫ്ലാറ്റിലേക്ക് കയറി താമസിക്കാനായിട്ട് യോഗം ഉണ്ടായത് 2024 അതാണ് 2024 എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടൊരു കുടുംബം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ സാധിച്ചതാണ് 2024 എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിന് 2024 ഞാൻ വലിയൊരു പോസിറ്റീവ് കാര്യമായിട്ട് കാണുന്നു. കാരണം ബിക്കോസ് എന്താ വലിയൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും അല്ലേ, സ്വന്തമായിട്ടൊരു വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2024 ഏറ്റവും വലിയ ആ ഒരു അച്ചീവ്മെൻറ്റ് എൻ്റെ വീടാണ്. ആ വീട് ലൈക്ക് അതൊരു സ്വപ്നമായിരുന്നു. അതിന് പിന്നിലും വേറെ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പറയാൻ പോവുകയാണെങ്കിൽ ധാരാളം നഷ്ടത്തിൻ്റെ കഥകളും മറ്റ് സംഭവങ്ങളൊക്കെ പറയാനുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ്. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, 2004 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വർഷമാണ്. ബിക്കോസ് നമ്മൾ എറണാകുളത്തേക്ക് താമസം മാറി, പുതിയൊരു അഡ്രസ്സ്, പുതിയൊരു മേൽവിലാസം, പുതിയൊരു വീട്. അതാണ് 2024 മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ നമുക്ക് 2024 ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്
നമ്മുടെ എയർ ഇന്ത്യയുടെ എയർബസ് A350 ലോഞ്ചിൻ്റെ സമയത്ത് നമ്മുടെ സാംജിയുമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ലൈക്ക് നിങ്ങൾക്കത് പലതും സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും എൻ്റെ ഞാൻ പണ്ടുപോലെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാംജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എയർലൈൻ വീഡിയോസും എയർക്രാഫ്റ്റ് റിവ്യൂസും മറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ പണ്ടുപോലെ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഐ വാസ് എ ഹ്യൂജ് ഫോളോവർ ഓഫ് ഹിം. സോ അദ്ദേഹത്തിനൊപ്പം ട്രാവൽ ചെയ്യാൻ പറ്റി, എൻ്റെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി, അദ്ദേഹത്തിൻ്റെ വീഡിയോയിലും എനിക്ക് വരാൻ പറ്റി എന്നുള്ളതാണ് 2024 വലിയൊരു കാര്യം. മറ്റു വലിയ കാര്യം, ആ സമയത്ത് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐ വാസ് ഹാവിങ് സം ത്രോട്ട് പ്രോബ്ലം ആൻഡ് I couldn't do well, but still that was an achievement. 2024 വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വർഷം നമ്മുടെ KL to UK യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇറ്റലി വത്തിക്കാൻ ട്രിപ്പൊക്കെ ചെയ്തു. നമ്മൾ യൂറോപ്പ് ആദ്യമായിട്ട് പോയി. അത് ഈ വർഷമാണ് യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് പോയത്. ഇറ്റലി, വത്തിക്കാൻ, പിന്നെ മൊണാക്കോ, പിന്നെ സ്പെയിൻ, ഫ്രാൻസ്, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി. പിന്നെ നമ്മുടെ US വിസ കിട്ടി 2024. പക്ഷേ 2024 US പോകാൻ പറ്റിയില്ല. 2025 പോവും. നമ്മുടെ KL to UK യാത്ര കഴിഞ്ഞിട്ട് US പോകണം എന്നാണ് ആഗ്രഹം. സോ 2025 സാധ്യമാക്കണം. പിന്നെ 10 വർഷത്തെ UK വിസ കിട്ടി, 10 വർഷത്തെ US വിസ കിട്ടി. അപ്പോൾ അതൊക്കെ 2024 ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. കുറേ വർഷമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു 50 രാജ്യങ്ങളെങ്കിലും തീർക്കുക എന്നുള്ളത്. അത് 2024 ഇന്നിപ്പം 31 ആയില്ലേ, ഇന്ന് 30 ആയി. ഇന്ന് 30 ആയപ്പോഴത്തേക്കിനും 48 രാജ്യങ്ങൾ തീർന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാളെ 2-ാം തീയതി ഞാൻ 49ാമത്തെ രാജ്യത്ത് കയറും. അപ്പോൾ 2024 50 രാജ്യങ്ങൾ തീർക്കണം എന്നുള്ളത് നടന്നില്ല. പക്ഷേ 2025 50 ഞാൻ 100 രാജ്യങ്ങൾ തീർക്കും എന്നുള്ളത് ഞാൻ ഇവിടെ ഇപ്പം പറയുകയാണ്. നമ്മൾ തീർത്തിരിക്കും. 2025 ഡിസംബർ 31 ഇതുപോലൊരു ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ദൈവം സഹായിച്ചാൽ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് 100 രാജ്യങ്ങൾ തീർത്തിരിക്കും എന്നാണ് എൻ്റെ പ്ലാൻ. തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നമുക്ക് അഹങ്കാരം പറയാൻ പാടില്ലല്ലോ, അഹങ്കാരമല്ല, ആഗ്രഹമാണ് പറയുന്നത്. സോ 100 രാജ്യങ്ങളെങ്കിലും തീർക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഒരു KL to UK യാത്ര കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ രാജ്യങ്ങളുടെ കൗണ്ട് ഏകദേശം ഒരു 75 to 80 ആകും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വർഷം തന്നെ ഒരു 100 തികയ്ക്കാനുള്ള പ്ലാനാണ്. എത്രയും പെട്ടെന്നൊരു ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചതിന് ശേഷം യൂട്യൂബൊക്കെ മതിയാക്കി മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. കാരണം ലൈക്ക് എത്ര നാൾ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും? യൂട്യൂബിൻ്റെ ഗ്രാഫൊക്കെ ഓൾറെഡി താഴ്ത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും. ഇപ്പം നിങ്ങൾക്കറിയാം, വ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും ഈവൻ റവന്യൂൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈക്ക് യൂട്യൂബ് ഈസ് ഗോയിങ് ഡൗൺ. പിന്നെ പറഞ്ഞാൽ നമ്മളെയൊക്കെ 5-6 കൊല്ലമായില്ലേ ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ട്, മടുത്തില്ലേ അല്ലേ? ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ വരണ്ടേ, ഇനിയിപ്പോൾ പുതിയ പിള്ളേരൊക്കെ വരുന്നു. സോ ഓഫ് കോഴ്സ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും സംഭവിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. പിന്നെ നമ്മുടെ 2024 മറ്റൊരു ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന KL to UK യാത്രയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും UK വരെ ബൈ റോഡ് സന്ദർശിക്കുക എന്നുള്ളത്. സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അങ്ങനെ വണ്ടി എടുത്ത് പോകാനായിട്ട് ലൈക്ക് കുറേ ആൾക്കാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ അങ്ങനെ ആരും ചെയ്യാത്ത ഒരു അഡ്വഞ്ചർ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ലാൻഡ് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് പോകാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനൊരു സംഭവം ആരംഭിച്ചത്. അതിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമ്മളിപ്പോൾ തുർക്കി വരെ എത്തി. നമ്മളിപ്പോൾ 2025 പുതുവത്സരത്തിൽ നമ്മൾ യൂറോപ്പിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ KL to UK യാത്ര എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ്. പിന്നെ 2025 എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും 2025 വളരെ നല്ലൊരു വർഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് നമുക്ക് പ്രതീക്ഷകളാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. കുറേ സർപ്രൈസുകളും കുറേ കാര്യങ്ങളും 2025 വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വരുന്ന മാസങ്ങളിൽ ഞാൻ പൊട്ടിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, നഷ്ടങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ കുറേ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് പറയണ്ട, പക്ഷേ എന്നാലും എൻ്റെ iPad നഷ്ടപ്പെട്ടു, എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു, ഈ യാത്രയിൽ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി ആയിട്ടുള്ള സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം എന്നുള്ളത് പറയുന്നത്. നമ്മൾ ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് വി മിസ് അവർ ഫാമിലി അല്ലേ.
ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് പേഴ്സണലി കേട്ടോ. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം എനിക്ക് എൻ്റെ ഫാമിലീനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ 2024 നമ്മുടെ ഋഷികുട്ടൻ സ്കൂളിൽ പോയി തുടങ്ങി. പ്ലേ സ്കൂളിലാണെങ്കിലും ഈ സ്റ്റാർട്ടഡ് ഗോയിങ് ടു സ്കൂൾ ഈ വർഷം. അത് ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എന്താ പറയുക, ഇപ്പോഴും ഇന്നലെ ഉണ്ടായ പോലെ ഫീൽ ചെയ്യുന്നു ഋഷി. പക്ഷേ അവനിപ്പം 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സാവാൻ പോകുന്നു. അവൻ സ്കൂളിൽ പോയി തുടങ്ങി. പ്രീ സ്കൂളിലാണെങ്കിലും LKG-യിലാണെങ്കിലും. സോ ഹി സ്റ്റാർട്ട് ഗോയിങ് ടു സ്കൂൾ. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് നാട്ടിലുണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഐ വാസ് ദെയർ. ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് വിട്ടു. ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് വിടല്ല, ഫസ്റ്റ് ഡേ അവൻ സ്കൂൾ ബസ്സിൽ തന്നെ വിട്ടു. എന്നിട്ട് ഞങ്ങൾ പുറകിൽ പോയി, കാരണം കരച്ചിലായിരിക്കുമല്ലോ. സെക്കൻഡ് ഡേ ഞങ്ങൾ പുറകിൽ പോയി. തേർഡ് ഡേ മുതൽ ഹി വാസ് ഫൈൻ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ സ്കൂളിൽ പോയി. അത് 2024 വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയത് ഈ വർഷത്തെ ഒരു വലിയൊരു എന്താ പറയുക വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. 2 തവണയാണ് അമ്മ ആശുപത്രിയിലായത്. ഒന്ന് അമ്മ വീണ് കാലൊടിഞ്ഞിട്ടും, രണ്ടാമത് അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും 2 തവണ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ ഹെൽത്ത് വൈസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം. ഇവൻ ഋഷിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ശ്വേതയ്ക്കാണെങ്കിലും എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നം, അച്ഛനാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം. പറഞ്ഞാലേ എല്ലാ സമയത്തും നമുക്ക് നല്ലത് മാത്രം വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ ഒരു സമയമാണല്ലോ അല്ലേ. നമുക്കൊരു ജീവിതത്തിലൊരു കയറ്റമുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ഇറക്കമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇറക്കമുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കയറ്റമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതും. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നതും. സോ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ വിശ്വസിക്കുക, പല കാര്യങ്ങളിലും വിശ്വസിക്കുക. എന്താ പറയുക, നല്ലത് മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പ്രതിസന്ധികളില്ലാതെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുക അല്ലേ? പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു ഇതുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവണം. പ്രതിസന്ധികൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഒരു KL to UK എന്ന് പറഞ്ഞൊരു യാത്ര തുടങ്ങാനായിട്ട് എൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വരിക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ബേസിക്കലി. കാരണം ഞാൻ വല്ലാത്തൊരു കംഫർട്ട് സോണിലായിരുന്നു ഞാൻ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ ഒരു സംഭവങ്ങൾ പോയിക്കൊണ്ടിരുന്നതും. പക്ഷേ ആ കംഫർട്ട് സോൺ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് എൻ്റെ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര തുടങ്ങിയത്. കാരണം ബസ്സിലും ട്രെയിനിലും ഹിച്ച് ഹൈക്ക് ചെയ്തും മറ്റുമൊക്കെ ആയിട്ട് പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ കറങ്ങി നടക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ പല കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പോൾ ബേസിക്കലി നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പല വീഡിയോകളും ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ച്, ഒരു യൂട്യൂബറെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ഓരോ ദിവസവും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഓരോ സിനിമകൾ ഇറങ്ങുന്ന പോലെയാണ്. ആ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്കിനും ആ പ്രൊഡ്യൂസറിനും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആളുകൾക്കും ഉണ്ടാകുന്ന ആ ഒരു ടെൻഷനാണ് നമുക്ക് ഓരോ വീഡിയോസിനും. നമ്മൾ കഷ്ടപ്പെട്ട് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചില സമയത്ത് ആരും കണ്ടു എന്ന് വരില്ല. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് വെരി കോമൺ. അത് പണ്ടുപോലെ അങ്ങനെയാണ്. നേരെ മറിച്ച് നമ്മൾ യാതൊരുവിധ ഹോപ്പുമില്ലാതെ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആളുകൾ കാണും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് ബേസിക്കലി. ഇപ്പോൾ ഞാൻ നമ്മുടെ നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. ലൈക്ക് ദാറ്റ് ഈസ് എ വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ, ബട്ട് നോബഡി ലൈക്ഡ് ഇറ്റ്. അത് ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തൊരു വീഡിയോ കഴിഞ്ഞ ദിവസം 6 ദിവസം മുന്നിട്ട വീഡിയോ, അത് കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ലക്ഷറിയും ആർഭാടവും കാശ് മുടക്കി കുറേ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമല്ലേ? അത് അങ്ങനെയാണ്, എന്ത് ചെയ്യാനാ, അത് അങ്ങനെയാണ് ബേസിക്കലി. മനസ്സിലായില്ലേ? പിന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള വീഡിയോ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. അതങ്ങനെയാണല്ലോ, ക്യൂരിയോസിറ്റി അങ്ങനെയാണല്ലോ. നമുക്ക് നെഗറ്റീവ് കാണാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെഗറ്റീവ് കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഫാമിലി സംഭവങ്ങൾ കാണാനും പിന്നെ പറഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ നമ്മൾ കണ്ടതല്ലേ യൂട്യൂബിൽ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ കുറേ പ്രശ്നങ്ങൾ, കുറേ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ.
പല പല ഇഷ്യൂസ്. ഫാമിലി വ്ളോഗ്സ് എപ്പോഴും ഭയങ്കര ഡിമാൻഡിങ് കണ്ടന്റാണ്. പണ്ടൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്ക്. പക്ഷേ ഇപ്പം എൻ്റർടൈൻമെൻറ്റ് പോയി. ഇപ്പോൾ ഫാമിലി വീഡിയോസ് കാണാനാണ് ആളുകൾക്ക് താല്പര്യം. ലൈക്ക് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ് ബേസിക്കലി. അപ്പോൾ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളൊരു വീഡിയോയ്ക്ക് 4 ലക്ഷം പേരോളമാണ് ആ വീഡിയോ കണ്ടത്. അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ഒറ്റ വീഡിയോ. അതിനുശേഷം വന്ന പല വീഡിയോസിനും പല സമ്മിശ്ര നമ്പർ ഓഫ് വ്യൂവർഷിപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയതായിട്ടുള്ള വീഡിയോസ് പതുക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ലൈക്ക് എപ്പോഴും എല്ലാവരും ഒരു ദിവസങ്ങളിൽ വീഡിയോ കാണണമെന്നില്ല. അതിങ്ങനെ പല ആൾക്കാരും പല സമയത്തായിരിക്കും നമ്മുടെ ഒരു സീരീസ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അവരിങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ 5-6 മാസമായില്ലേ കേൽ ടി വിക്ക് എന്നും പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് 5-6 മാസമല്ല, അതിന് മേലെ ആയില്ലേ. കുറേ ആൾക്കാർക്ക് മടുത്ത് കാണും, എനിക്കും മടുത്തു ബേസിക്കലി. പക്ഷേ ഐ എം ഷുവർ 2025 നമ്മൾ തകർക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്ത ദിവസം 2-ാം തീയതി ഞാൻ യൂറോപ്പിൽ കയറുകയാണ്. യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ വേറെ ലെവലിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അതിയായ ഒരു എന്താ പറയുക ഇതുണ്ട്. പിന്നെ ഈ സീരീസിൽ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഐപാഡ് നഷ്ടപ്പെട്ട ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഐപാഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വീഡിയോ ആണ്. പിന്നെ ചൈനയിലുള്ള കുറേ വീഡിയോസ്, കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞെന്നുണ്ടെങ്കിലും ചൈന വീഡിയോസ് വാസ് വെരി എൻ്റർടൈനിങ്. ആളുകൾക്ക് കുറേ ഇഷ്ടമായിരുന്നു, കുറേ ഇഷ്ടപ്പെട്ടിരുന്നു ചൈന വീഡിയോസ്. പീപ്പിൾ ലൈക്ക് ദ ലോട്ട്. എന്താ പറയുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കണ്ടൻറ്റിന് വേണ്ടി സാഹചര്യങ്ങൾ വളച്ചൊടിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കാത്ത ഒരു പരിപാടി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയുക വരുന്ന കാര്യങ്ങൾ അതേപോലെ പറഞ്ഞാണ് ചെയ്യുന്നത് അല്ലേ. സോ എനിക്ക് കണ്ടൻറ്റിന് വേണ്ടി ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ താല്പര്യമില്ല. എന്നോട് പലരും പറയാറുണ്ട്, എടാ നീ എന്തെങ്കിലുമൊക്കെ കുത്തിരിപ്പുണ്ടാക്കിയോ അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഉണ്ടാക്കി കുറച്ച് നെഗറ്റീവ് തമ്മയിലൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. നമുക്ക് നെഗറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു, അത് ഞാൻ പനി ഇട്ടു. പിന്നെ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഐ? ഞാൻ എന്തിനാണ് ഒരു രാജ്യത്തെ പറ്റി വെറുതെ മോശമായിട്ട് കാര്യങ്ങൾ പറയുന്നത്? എനിക്കൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ പറ്റി മോശമായിട്ട് പറയാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പലതും പറയാൻ പറ്റും. പല കാര്യങ്ങളും ഞാൻ പറയാത്തതുണ്ട്, ചെയ്യാത്തതുണ്ട്, പല സംഭവങ്ങളും. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടൻറ്റുകളുണ്ട്. എനിക്കറിയില്ല ചെയ്യാം, പക്ഷേ എനിക്കങ്ങനെ പർപ്പസ്ഫുള്ളി എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി അങ്ങനെ ചെയ്യാത്തത്. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും 2024 എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നെക്കാട്ടി ഞാൻ പറയുന്നതിലും കൂടുതലായിട്ട് എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ പലർക്കും അതറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയായിരുന്നാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആയിരുന്നെങ്കിലും 2025 നമ്മൾ തകർക്കും. ഓക്കെ, 2025 നമ്മൾ അടിച്ച് പൊളിക്കും, നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കും. അത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും 2025 വേറെ ലെവലായിരിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എത്ര പെട്ടെന്നല്ല ഒരു വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര നാളായില്ലേ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും ലൈവ് വരണം എന്നൊക്കെ, പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇന്ന് എനിക്കിപ്പം നിങ്ങളോടിങ്ങനെ സംസാരിക്കാൻ തോന്നി. സോ ജസ്റ്റ് തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഗൈസ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറും മറ്റുമൊക്കെ ആഘോഷിക്കുക, സേഫായിട്ട് ആഘോഷിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രതിജ്ഞകളൊക്കെ എടുത്ത് പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബാഡ് ഹാബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ബാഡ് ഹാബിറ്റ്സൊക്കെ മാറ്റി നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും തീരുമാനിക്കാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം പോലെ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മളെ അങ്ങനെയൊക്കെ തീരുമാനിപ്പിക്കുന്നത് അല്ലേ, പല കാര്യങ്ങളും. സോ ഞാൻ അങ്ങനെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്ത് ഞാനിങ്ങനെ നല്ലൊരു കുട്ടിയാവാൻ വേണ്ടി തീരുമാനിച്ചു. കുറച്ച് ബാഡ് ഹാബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പുതിയ മാറ്റങ്ങളിലേക്ക് വരുത്താനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. എന്തായാലും ആ മാറ്റങ്ങളും മറ്റ് പരിപാടികളൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോട് പറയാം. അപ്പോൾ നാളെ നമ്മൾ ഇസ്താൻബുളിലേക്ക് പോകുന്നു. ഇസ്താൻബുളിൽ ഓൾറെഡി ഫാസിൽ ബ്രോ അവിടെ എത്തിക്കാണും. ഞാനും ഫാസിൽ ബ്രോയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ന്യൂ ഇയർ ആഘോഷിക്കുന്നു. ഫാസിൽ ബ്രോ നാട്ടിൽ പോകുന്നു, ഞാൻ അവിടെ നിന്ന് ബൾഗേറിയയ്ക്ക് പോകുന്നു. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും സേഫായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുക, സ്റ്റേ സേഫ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കള്ളു കുടിച്ചു, കഞ്ചാവും ബാക്കിയുള്ള പരിപാടികളൊന്നും അടിക്കാണ്ടിരിക്കുക, ദൈവത്തെ ഓർത്ത് വേറെ ഒരു പരിപാടി ചെയ്യാണ്ടിരിക്കുക. ലൈക്ക് സ്റ്റേ സേഫ് ഗൈസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ പറയുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ പറഞ്ഞ പോലെ ഐ ലവ് യു ഗൈസ്, അത്രേ പറയാനുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ.
എന്താ പറയുക, ഐ എം ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ജസ്റ്റ് എൻജോയ് ദ ലൈഫ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യുക. ഇതൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം പരമാവധി എൻജോയ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പരമാവധി ആസ്വദിക്കുക. സ്റ്റേ വിത്ത് യുവർ ലവ്ഡ് വൺസ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടും ജീവിക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം പുതുവത്സരം എല്ലാവർക്കും മനോഹരമാവട്ടെ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ പുതുവത്സര ദിനത്തിൻ്റെ വിശേഷങ്ങളും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്. ബൈ ബൈ.